ഹായ് കൂട്ടുകാരി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ് എല്ലാവർക്കും. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയണ്ടേ? നിങ്ങൾക്കും ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടണ്ടേ? വരുമാനത്തിനുള്ള മാർഗം നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ പലർക്കും അറിയാം, പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ആക്കാം എന്നെല്ലാം അറിയാം. പക്ഷേ അതിൻ്റേതായ കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്നും നല്ലൊരു വരുമാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് തന്നെ അത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ആക്കുക. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ മാത്രമാക്കിയാൽ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട ടൂൾസ് ലഭിക്കണം. ടൂൾസ് എന്തൊക്കെയാണ്? ഒരുപാട് ടൂൾസുകളുണ്ട്. ഈ എല്ലാ ടൂൾസും നമുക്ക് ലഭിക്കണം. അതുപോലെ തന്നെ ഈ ടൂൾസ് ലഭിച്ചത് കൊണ്ട് മാത്രമായോ? ഇല്ല. ഈ ടൂൾസ് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെയിലി റീൽസ് അപ്ലോഡ് ചെയ്യണം. റീൽസ് അല്ലെങ്കിൽ ഫോട്ടോ, അതുപോലെ തന്നെ ലോങ് വീഡിയോസ്. അത് മാത്രം മതിയോ? പോരാ. അപ്പം നമ്മൾ വല്ലപ്പോഴും നമ്മളൊരു ലൈവൊക്കെ പോകണം. ആ ലൈവൊക്കെ പോകുമ്പോൾ നമ്മൾ ആരാണ്, എന്താണ് എന്നുള്ള മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടും നമ്മൾ. അങ്ങനെ നമ്മുടെ ആ ഒരു ലൈവ് കാണുന്നതിലൂടെ അപ്പോൾ അവർക്ക് പിന്നെയും നമ്മൾ ആ ലൈവിൽ നടത്തുന്ന പ്രകടനം, അപ്പോൾ അത് കാണാനായിട്ട് ആളുകൾ വരും. പിന്നെ നമ്മൾ ഇടുന്ന ഫോട്ടോസ്, അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് മെസ്സേജ്, ഇതൊക്കെ മറ്റുള്ളവരെ ഇംപ്രഷൻ കൊള്ളിക്കുന്ന ഒരു രീതിക്കുള്ളതായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ലേഡീസൊക്കെ ഫോട്ടോസ് ഇടുന്ന സമയത്ത് അതിന് മുകളിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയിടുക. ലേഡീസിൻ്റെ ഫോട്ടോയുടെ മുകളിൽ നിങ്ങൾ പ്ലെയിനായിട്ട് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഇടരുത്. പിന്നെ ഇത് മാത്രം മതിയോ? നമ്മളൊരു റീല് എടുത്ത് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ക്യാപ്ഷൻ കൊടുക്കണം. ക്യാപ്ഷൻ എങ്ങനെ കൊടുക്കണം? നമ്മൾ അതിന് യോജിച്ച രീതിയിൽ, അതായത് നമ്മൾ അതിൽ പറയുന്ന ഒരു ഡയലോഗായാലും പാട്ടായാലും അതിൻ്റെ ഒരു വരി നമ്മൾ എഴുതിയിരിക്കണം. അതും കൂടാതെ നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കും. ഹാഷ്ടാഗ് കൊടുക്കുന്ന എങ്ങനെ? ആ റീലിന് യോജിച്ച ഹാഷ്ടാഗ് വേണം നമ്മൾ കൊടുക്കാൻ. ഇതുപോലെ തന്നെ നമ്മൾ ലൈവ് ഇടുന്ന സമയത്തും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണ്, ഏതാണ്, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലൈവിനെ സംബന്ധിക്കുന്ന ഹാഷ്ടാഗ് നമ്മൾ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് മാത്രം മതിയോ? അങ്ങനെ നിങ്ങളുടെ ഈ ടൂൾസ് എല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് വേണം മുൻപോട്ട് പോകാൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് നമ്മളോട് ഫേസ്ബുക്ക് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. എന്നാൽ നമുക്ക് നമ്മുടെ ഏണിങ്സ് ലഭിക്കും. അല്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി തന്നെ കിട്ടും. അപ്പം നമ്മൾ ഫേസ്ബുക്ക് പറയുന്ന റൂളുകൾ എന്തൊക്കെ, അത് നമ്മളതിൽ കയറി വായിച്ചു നോക്കുക. കമ്മ്യൂണിറ്റി മാനദണ്ഡം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിനനുസരിച്ച് പോസ്റ്റ് ഇടുക. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഇതിന് മുൻപ് ഒരുപാട് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ കട്ടുകൊണ്ടെന്ന് പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് ഏണിങ്സ് കയറിയിട്ടുണ്ട്, പക്ഷെ ബാങ്കിലേക്ക് കയറിയിട്ടില്ല. പിന്നെ അങ്ങനെയാണ് ബാങ്കിൽ പോയി, അങ്ങനെ ഫേസ്ബുക്കിലേക്ക് മെയിൽ അയച്ചു. എന്നിട്ട് അതിന് ശേഷമൊക്കെ എനിക്ക് ഈ കഴിഞ്ഞ മാസം അത്രയും നല്ലൊരു എമൗണ്ട് കിട്ടിയത്. പിന്നെ നമ്മളിടുന്ന ഓരോ ഫോട്ടോസിനും ഇത്ര വ്യൂസ് കയറി കഴിഞ്ഞാലാണ് ഒരു പൈസയെങ്കിലും നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു പൈസ കൂടി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ അത്രയ്ക്കും ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ഓക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം പ്ലീസ്. നിങ്ങളെല്ലാവരും വീഡിയോസ് കാണും, ട്രോൾ ചെയ്ത് പോകും.
പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.